വാർത്തയിലേക്ക് വിശദമായി ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകാൻ കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിനായി നടപടി തുടങ്ങി. ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഗവർണർ മാറ്റിവെച്ചാൽ രാഷ്ട്രപതിക്ക് സുപ്രീംകോടതിയുടെ അഭിപ്രായം തേടാമെന്ന് തമിഴ്നാട് കേസിലെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. നിയമസഭ പാസാക്കിയ ബില്ലിൽ തീരുമാനമെടുക്കാതെ പിടിച്ചുവെക്കുന്നത് നിയമവിരുദ്ധമെന്നുത്തരവിട്ട വിധിയിലാണ് സുപ്രീംകോടതി സമയപരിധി നിശ്ചയിച്ചത്. രാഷ്ട്രപതിക്കും വീറ്റോ അധികാരമില്ലെന്നും ബില്ലുകൾ അംഗീകാരത്തിനായി ലഭിക്കുമ്പോൾ 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്നുമായിരുന്നു കോടതി വിധി. ഇതിനെതിരെയാണ് കേന്ദ്ര സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകുക. രാഷ്ട്രപതിമാർക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചത് പുനഃപരിശോധിക്കണമെന്നും വാദങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്നുമാണ് കേന്ദ്രത്തിന്റെ വാദം. തമിഴ്നാട് കേസിൽ വിധി പുറപ്പെടുവിച്ച ജസ്റ്റിസ് JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് തന്നെയാണ് പുനഃപരിശോധനാ ഹർജിയും പരിഗണിക്കുക. സമയപരിധി ഭരണഘടനയിൽ പറയുന്നില്ലെന്നിരിക്കെ ഭേദഗതി കൊണ്ടുവരാൻ കോടതിക്ക് അധികാരമില്ലെന്ന് കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ അഭിപ്രായപ്പെട്ടിരുന്നു. അതിനിടെ തമിഴ്നാട് കേസിലെ ഉത്തരവിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നു. ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഗവർണർ മാറ്റിവെക്കുകയാണെങ്കിൽ രാഷ്ട്രപതിക്ക് സുപ്രീംകോടതിയുടെ അഭിപ്രായം തേടാം. ഇക്കാര്യം ഭരണഘടനയുടെ 143-ാം അനുച്ഛേദത്തിൽ പറയുന്നുണ്ടെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധി ജനാധിപത്യത്തെ ഉറപ്പിച്ചു നിർത്തുന്നതെന്ന് നിയമമന്ത്രി P. രാജീവ്. ഭരണഘടനയ്ക്ക് അനുസൃതമാണോ എന്ന് തീരുമാനിക്കേണ്ടത് സുപ്രീംകോടതിയാണ്. സുപ്രീംകോടതി വിധിക്കനുസരിച്ച് സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. വളരെ വിശദമായി തന്നെ ഈ പ്രശ്നത്തെ വിലയിരുത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടാണ് ഈ സമയക്രമം നിശ്ചയിക്കുന്നതിലുള്ളത്. നേരത്തെ കമ്മീഷനുകളും സമയക്രമം നിശ്ചയിച്ചുകൊണ്ടുള്ള ശുപാർശകളാണ് ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയായിട്ടുള്ള ഫെഡറലിസം, അതുപോലെ തന്നെ ജനാധിപത്യം, ഇത് രണ്ടിനകത്തും ഉറപ്പിച്ചു നിർത്തുന്നതാണ് വിധി. ഈ വിധിയുടെ ഒരു പ്രത്യേകത, ചരിത്രത്തിൽ ഒരുപക്ഷെ ഈ വിധി അടയാളപ്പെടുത്താൻ പോകുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്ന സംവിധാനത്തെ, ജനാധിപത്യത്തെ മുൻനിരയിലേക്ക് ഉറപ്പിച്ചു നിർത്തുന്ന ഒരു വിധി എന്ന നിലയിലായിരിക്കും.